എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ വിപിൻ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അൺബോക്സിംഗ് ആണ്. ഒരു 16 പോർട്ട് സ്വിച്ചിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ് D-Linkൻ്റെ. അതായത് 100 Mbps സ്പീഡുള്ള 16 പോർട്ടുള്ള ഒരു D-Link സ്വിച്ച്. അതായത് നമുക്കിപ്പോൾ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലോ ഇൻ്റർനെറ്റോ അല്ലെങ്കിൽ ഇൻട്രാനെറ്റോ നമുക്കൊന്ന് ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ജസ്റ്റ് ഒരു പ്ലഗ് ആൻഡ് പ്ലേ, അല്ലാതെ വേറെ കോൺഫിഗറേഷൻ ചെയ്യാനോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളത് കോൺഫിഗർ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇപ്പം വരുന്ന ഡാറ്റ ലൈനാണ്, ഡാറ്റ ലൈൻ നമ്മളതിലേക്ക് കണക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് 15 ഔട്ട് നമുക്ക് കിട്ടും. ഒരു കേബിളിനെ 15 നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്വിച്ച് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അൺബോക്സിംഗ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഇതാണ് നമ്മുടെ D-Linkൻ്റെ സ്വിച്ച്. നല്ല അത്യാവശ്യം നല്ലൊരു പാക്കിംഗ് ഒക്കെയാണ്, ലാമിനേറ്റ് ചെയ്തിട്ടുണ്ട്, സീരിയലുണ്ട്. അതിൻ്റെ പുറകിൽ അതിൻ്റെ ഡീറ്റെയിൽസും പ്രൈസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നൈസായിട്ടൊന്ന് ഇതിൻ്റെ ലാമിനേഷനൊക്കെ ഒന്ന് മാറ്റി ഒന്ന് തുറന്ന് നോക്കാം. അത്യാവശ്യം നല്ല ഒരു പാക്കിങ് തന്നെയാണ് വരുന്നത്. കാരണം മെയ്ഡ് ഇൻ ചൈനയാണ്. അപ്പം ചൈനയിൽ നിന്ന് ഇവിടം വരെ വരുന്നതല്ല. ഇപ്പോൾ D-Linkൻ്റെ മൊത്തം പ്രൊഡക്ഷനും നടക്കുന്നത് ചൈനയിൽ തന്നെയാണ്. എന്ന് പറഞ്ഞ് ചൈനയെന്നും പറഞ്ഞ് നമ്മൾ അത്രയ്ക്ക് കുറച്ച് കാണേണ്ട. എല്ലാ മികച്ച ബ്രാൻഡുകളുടെയും പ്രൊഡക്ഷൻ അവിടെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഒരു ട്രേ പോലെ വരുന്നുണ്ട്. നമുക്കതൊന്ന് പുൾ ഔട്ട് ചെയ്യാം. നല്ല ടൈറ്റാണ്. ഓക്കെ, അപ്പോൾ ആദ്യമേ തന്നെ അതിൻ്റെ ഒരു വാറണ്ടി പേപ്പർ പോലെയുണ്ട്. അത് കഴിഞ്ഞ് വരുന്നത് ഒരു യൂസർ മാനുവലാണ്. ഫിലിപ്പീന്, ചൈന ഭാഷകളൊക്കെ ഉണ്ട്. ഇതെങ്ങനെയാണ് എവിടെ നിന്നാണ് തുറക്കുന്നതെന്ന് അറിയത്തില്ല. എല്ലാം കണ്ടുപോകാൻ നല്ല കൗതുകം. പിന്നെ ഒരു 5 വോൾട്ട് 1 ആമ്പിൻ്റെ ഒരു അഡാപ്റ്റർ വരുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ D-Linkൻ്റെ സ്വിച്ച്, 16 പോർട്ടുള്ള സ്വിച്ച്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് കവറൊന്ന് തുറന്ന് നോക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് അവർ പാക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ 16 പോർട്ടുകൾ. അപ്പോൾ ഓരോ പോർട്ടിനും ഇൻഡിവിജ്വലായിട്ടല്ല നമ്പർ കൊടുത്തിരിക്കുന്നത്. പിന്നെ അവിടെ അടുത്ത് തന്നെയാണ് അഡാപ്റ്റർ കണക്ട് ചെയ്യാൻ. പിന്നെ ഫ്രണ്ടിൽ നല്ല LED ഇൻഡിക്കേഷനൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത്. പിന്നെ 2 സ്ക്രൂ മോൾഡിംഗ് ഉണ്ട്. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽ എഴുതിയിട്ടുണ്ട്. സ്ക്രൂ മോൾഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭിത്തിയിലൊക്കെ മോൾഡ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ D-Linkൻ്റെ റൗട്ടർ. ഓക്കെ, ഇന്ന് നമ്മൾ കണ്ട ഒരു ഹാർഡ്വെയർ കോമ്പോണൻ്റാണ്, അതായത് നെറ്റ്വർക്കിൻ്റെ സ്വിച്ചാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റൊരാൾക്ക് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഷെയർ ചെയ്യുക. ഇനി ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.